ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ടെലിഗ്രാമിൽ ഒരു പബ്ലിക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടെലിഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു മൊബൈൽ നമ്പറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഹോം പേജിൽ തന്നെ നമുക്കിങ്ങനൊരു പെന്നിൻ്റെ ഐക്കൺ കിട്ടും. ആ പെന്നിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കിട്ടും. ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ ചാനൽ എന്ന ഓപ്ഷൻ കിട്ടും. ഈ ഒരു ന്യൂ ചാനൽ എന്ന ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ന്യൂ ചാനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ചാനൽ, അതിനുശേഷം നമുക്ക് ചാനലിൻ്റെ പേര്, നിങ്ങൾ എന്ത് പേരാണോ നിങ്ങൾ ചാനലിന് ഇടാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ ചാനലിൻ്റെ നെയിം എന്നുള്ളിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചാനലാണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കണ്ടൻസ്, മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ചാനലിൻ്റെ ഒരു ഐക്കൺ, ഒരു ഫോട്ടോയും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് പിന്നീടാണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഒന്നുകിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽ പബ്ലിക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പബ്ലിക് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ വന്ന് ബാക്കി ആരാണേലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേസമയത്ത് പ്രൈവറ്റ് ചാനലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പബ്ലിക് ചാനലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പബ്ലിക് ലിങ്ക്, ഇവിടെ ലിങ്ക് എന്നുള്ളിടത്ത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചതാണെങ്കിലും നിങ്ങൾക്കൊരു ലിങ്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ലിങ്കിൻ്റെ അടുത്ത് ആ ലിങ്ക് നിങ്ങൾ എന്താണോ ചാനൽ, അപ്പം ഒരു സിനിമ അപ്ലോഡ് ചെയ്യുന്നൊരു ടെലിഗ്രാം ചാനലാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മലയാളം മൂവീസ് എന്ന് പറഞ്ഞ് t.me/മലയാളം മൂവീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പം ആ ഒരു ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിച്ചു തരും. അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വേർഡ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും ചാനൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര്, താഴെ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരും. അപ്പം ഇതിൻ്റെ അകത്തായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ അകത്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഗാലറിയിൽ പോയി എന്ത് വേണേലും അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. മെസ്സേജ് വാട്സപ്പ് പോലെ ഇതിൻ്റെ അകത്തായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ചാനലിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, പേരോ അല്ലെങ്കിൽ ചാനലിൻ്റെ ഐക്കണോ എന്ത് ചേഞ്ച് ചെയ്യണമെങ്കിലും ഇതേ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ചാനലിൻ്റെ പേര്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ ലിങ്കൊക്കെ ഷെയർ ചെയ്യാനും ഈ ഒരു ചാനലിൻ്റെ പേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആഡ് ചെയ്യണമെങ്കിലും അവിടെ ജസ്റ്റ് പോയി ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് അനായാസമായിട്ട് ഒരു പബ്ലിക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ടെലിഗ്രാമിൻ്റെ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലായെന്ന്. വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരെല്ലാം കൂടെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.